ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കോണർ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീടുകളിലൊക്കെ എങ്ങനെ നമുക്കൊരു ഇൻവേർട്ടർ വയറിംഗ് ചെയ്യാമെന്ന് ഒരു ഡ്രോയിങ് വെച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരുപാട് പേർ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് ഇത്. നമ്മളൊക്കെ വീട്ടിൽ ഇൻവേർട്ടർ എങ്ങനെയാണ് വയർ ചെയ്യേണ്ടത്, അതിൽ അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നു, ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നു, അവിടുന്ന് ഷോക്ക് അടിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള സംശയങ്ങളെല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇന്നത്തേത്. അതായത് എങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു ഇൻവേർട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് വയർ ചെയ്യാം എന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു വീടിന് വേണ്ടിയുള്ള ഒരു ഇൻവേർട്ടർ കണക്ഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു വീട്ടിലേക്ക് വേണ്ടിയുള്ളതാണ്, ഒരു അഡ്വാൻസ് ലെവലിലേക്കൊന്നും ഉള്ളതല്ല. അപ്പോൾ അഡ്വാൻസ് ലെവലിലേക്കുള്ള ഒരു വയറിംഗ് ഡയഗ്രാം ഒക്കെ നമ്മൾ ഇനിയും വരുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്നാൽ ഇതൊരു വീട്ടിൽ നമുക്കൊരു ഇൻവേർട്ടർ കണക്ഷൻ വയറിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സേഫ്റ്റിയും ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് അനുദിനം, അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ആവശ്യം വരാറുള്ള ഫീച്ചറാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈൻ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വയറിംഗ് ഡയഗ്രാം ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് ആദ്യം തന്നെ നോക്കുമ്പോൾ തന്നെ കണക്ഷൻ നോക്കുന്നത് നമുക്കറിയാം മീറ്റർ ബോക്സ് ആണ്. മീറ്റർ ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ KSEB എന്നൊക്കെ വരുന്ന നമ്മുടെ എനർജി മീറ്ററാണ് ഈ ഒരു മീറ്റർ ബോക്സ് ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ KSEBിൽ നിന്ന് ഫേസും ന്യൂട്രലും നമ്മുടെ മീറ്ററിലേക്ക് വരികയും മീറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഫേസും ന്യൂട്രലും എടുത്തു. ഈ ചുമല എന്ന് പറയുന്നത് ഫേസും ഒരു വൈറ്റ് ലൈൻ എന്ന് പറയുന്നത് ന്യൂട്രലുമാണ്. ഇവിടെ നമ്മൾ ഫേസ് എടുത്തിരിക്കുന്നത് ഒരു ഫ്യൂസിൻ്റെ ത്രൂ ആണ്, അതായത് ഫ്യൂസിൻ്റെ പ്രൊട്ടക്ഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ഒരു ഐസൊലേറ്ററും കൂടെ കൊടുക്കാവുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഐസൊലേറ്ററും കൂടെയാണ്. അപ്പോൾ നമ്മൾ അത് ഇവിടെ മെൻഷൻ ചെയ്തില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സാധ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഐസൊലേറ്ററും കൂടെ കൊടുക്കുക. ഐസൊലേറ്ററിന് ഫ്യൂസും ഉണ്ടെങ്കിലും നല്ലത്, അതല്ല എങ്കിൽ ഫ്യൂസിന് പകരം ഐസൊലേറ്റർ കൊടുത്താലും വളരെ ഉപകാരം ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. എന്തിനാണ് ഐസൊലേറ്റർ അങ്ങനെ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫേസും ന്യൂട്രലും എടുത്തു, ഫ്യൂസിലൂടെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ DBയിലേക്കാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി DBയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഡബിൾ പോൾ MCBയിലാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ പോൾ MCBയുടെ ഔട്ട്പുട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു RCCBയിലേക്കാണ്, റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറിലേക്ക്. അപ്പം എന്താണ് MCB എന്നും എന്താണ് RCCB എന്നും ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്തും അതിൻ്റെ പല വീഡിയോസ്, അതിൻ്റെ പൂർണ്ണമായ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്കറിയാം MCB എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ടും ഒരു ഓവർ കറണ്ട് പ്രൊട്ടക്ഷനും തരുന്ന ഒരു ഡിവൈസാണ്. അതേസമയം RCCB എന്ന് പറയുന്നത് നമുക്കൊരു എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഡിവൈസാണ്. അപ്പം അത്രയും എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, മീറ്റർ ബോക്സിൽ നിന്ന് ഫേസും ന്യൂട്രലും വരുന്നു. ഫ്യൂസിലൂടെയാണ് ഫേസ് നമ്മൾ കൊണ്ടുവന്നത്. MCBയിൽ വന്നു. MCBയുടെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ RCCB കൊടുത്തു. RCCBയുടെ ഔട്ട്പുട്ട് എടുത്തിട്ട് RCCBയുടെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഫേസ് എടുത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ MCB, സിംഗിൾ പോൾ MCBസിൻ്റെ ഇൻപുട്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ RCCBയുടെ ഔട്ട്പുട്ടിൽ നിന്ന് ന്യൂട്രൽ എടുത്ത് നമ്മളൊരു ന്യൂട്രൽ ബസ് ബാറിലേക്ക് കണക്ട് ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ ഒരു DBയിലേക്ക് വരുമ്പോൾ ഇൻകമിംഗ് സെഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയാണ് നമ്മൾ ഇൻവേർട്ടർ വയറിങ്ങിലേക്ക് പോകുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡിസ്ട്രിബ്യൂഷൻ MCB, സിംഗിൾ പോൾ MCBയുടെ ഔട്ട്പുട്ടിൽ നിന്ന് ഫേസ് എടുത്തുകൊണ്ട് പോവുകയും അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 2-വേ സ്വിച്ചിലാണ്. 2-വേ സ്വിച്ചിൻ്റെ ഒരു മുകളിലത്തെ പോയിന്റിലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇവിടെ 2-വേ സ്വിച്ച് എന്നത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇപ്പം 2-വേ സ്വിച്ചിലേക്ക് കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 2-വേ സ്വിച്ചിൽ നിന്ന് തന്നെ ആ പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ ലൂപ്പ് ചെയ്ത് ഒരു ഡബിൾ പോൾ സ്വിച്ചിലേക്ക് ഇൻപുട്ടിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഡബിൾ പോൾ സ്വിച്ചിൻ്റെ മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ ന്യൂട്രലും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് ന്യൂട്രൽ ബസ് ബാറിൽ നിന്ന് ന്യൂട്രലും എടുത്തുകൊണ്ട് നമ്മൾ ഈ ഡബിൾ പോൾ സ്വിച്ചിൻ്റെ കൊടുത്തു. അതായത് ഡബിൾ പോൾ സ്വിച്ചിൻ്റെ ഒരു പോയിന്റിൽ നമുക്കിപ്പം ഫേസും മറ്റേ പോയിന്റിൽ നമുക്ക് ന്യൂട്രലും അവൈലബിൾ ആണ്. ഇനി അതിൻ്റെ ഔട്ട്പുട്ട്, സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് പോയിന്റിൽ നിന്ന് നമ്മൾ ഫേസ് എടുത്ത് സോക്കറ്റിൻ്റെ ഫേസിലേക്കും അതുപോലെ തന്നെ മറ്റൊരു പോയിന്റിൽ നിന്ന് ന്യൂട്രലും എടുത്ത് സോക്കറ്റിൽ കൊടുത്തു. ന്യൂട്രൽ നമുക്ക് ഫേസും ന്യൂട്രലും അവൈലബിൾ ആണ് സോക്കറ്റിൽ. അവിടെ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്തുകൊണ്ട് പോയി ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ ഒരു ഇൻവേർട്ടറിൽ എന്തൊക്കെയാണ് നമുക്കറിയാം. ഇൻവേർട്ടറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻവേർട്ടറിൽ വരുന്ന 3 കണക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇൻപുട്ട് കണക്ഷനും,
ഒന്ന് ഔട്ട്പുട്ട് കണക്ഷനും പിന്നെ ഒന്ന് ബാറ്ററി കണക്ഷനുമാണ്. നമ്മൾ ബാറ്ററി ഇവിടെ കാണിച്ചിട്ടില്ല. ഇവിടെ ഈ ഒരു വയറിങ്ങിൽ ബാറ്ററി കണക്ഷന് വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാണിക്കാഞ്ഞത്. ബാറ്ററി കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിനകത്തൊന്നുമില്ല, ഒരു പ്ലസും മൈനസും കൊണ്ട് ബാറ്ററിയിൽ നിന്ന് വരുന്നത് അത് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് വരെ എത്തി. നമ്മൾ എന്ത് ചെയ്തു, മീറ്റർ DBയിൽ നിന്ന് ഫേസും ന്യൂട്രലും എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് കൊടുത്തു. ഇനിയാണ് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എടുക്കണമല്ലോ. ഇപ്പോൾ ഔട്ട്പുട്ട് നമ്മൾ എടുത്തു. ഔട്ട്പുട്ടിൽ നിന്ന് ഫേസും ന്യൂട്രലും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഫേസും ന്യൂട്രലും എടുത്തിട്ടുണ്ട്. പലരും ഫേസ് മാത്രമേ എടുക്കുകയുള്ളൂ, ന്യൂട്രൽ കോമൺ ആണ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ പ്രശ്നവും നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പം തീർച്ചയായിട്ടും ഫേസും ന്യൂട്രലും എടുക്കണമെന്ന് തന്നെ മനസ്സിലാക്കുക. ഫേസും ന്യൂട്രലും നമ്മൾ എടുത്ത ശേഷം അതെങ്ങോട്ടാണ് പോയത്? ഇതിൻ്റെ ഫേസ് വന്നിരിക്കുന്നത് നമ്മുടെ ആ 2-വേ സ്വിച്ച്, മുമ്പേ നമ്മൾ മെയിൻ KCBയുടെ മെയിൻ ഇൻപുട്ട് കൊടുത്തിരുന്നതിൻ്റെ തന്നെ ഉള്ള ആ 2-വേ സ്വിച്ചിൻ്റെ ഏറ്റവും താഴത്തെ പോയിന്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ന്യൂട്രൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സെപ്പറേറ്റ് ഒരു ന്യൂട്രൽ ബസ് ബാറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇനിയാണ് എന്തിനാണ് നമ്മളിവിടെ ഒരു 2-വേ സ്വിച്ചും ഒരു ഡബിൾ പോൾ സ്വിച്ചും കണക്ട് ചെയ്തത് എന്നതും നമുക്കറിയണമല്ലോ. അതുപോലെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാവണം. ഇപ്പം നമ്മൾ നോർമൽ കണ്ടീഷനിൽ KCB സപ്ലൈ ഉണ്ട്. KCB സപ്ലൈ ഉള്ളപ്പോൾ ഫേസ് കയറി വന്നു. അപ്പം നമ്മുടെ ഈ ഇൻവെർട്ടറിൽ ഇൻപുട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡബിൾ പോൾ സ്വിച്ച് ഓൺ ആക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഡബിൾ പോൾ സ്വിച്ച് നമ്മൾ ഓൺ ആക്കുകയും അപ്പം ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് ഫേസ് വരികയും ന്യൂട്രലും വന്നു, ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിലൂടെ വരികയും, അപ്പോൾ ആ സമയത്ത് നമ്മുടെ 2-വേ സ്വിച്ചിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഈ താഴത്തെയും നടുക്കത്തെയും പോയിന്റ് തമ്മിൽ ആയിരിക്കണം. ഈ നമുക്ക് ഇൻവെർട്ടർ ഇതിൽ കണക്ട് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ സ്വിച്ചിൻ്റെ പൊസിഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് കയറി വരികയും അത് നമ്മുടെ ഈ പോയിന്റിൽ വരികയും ഈ പോയിന്റിലൂടെ കയറി ഈ ബ്ലൂ വഴി കയറി നമ്മുടെ ഇൻവെർട്ടറിൻ്റെ MCBs ഉണ്ട്. ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻവെർട്ടറിൻ്റെ എവിടെയൊക്കെ പോയിന്റ് പോയിട്ടുണ്ടോ അതെല്ലാം ഈ MCBയുടെ ഔട്ട്പുട്ടിൽ നിന്നാക്കി പോയിട്ടുണ്ടാകുക. അപ്പോൾ അതിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മളത് കണക്ട് ചെയ്തു. ഇനി എന്തിനാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ 2-വേ സ്വിച്ച് ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഈ സോക്കറ്റിൽ നിന്ന് നമുക്ക് എടുത്ത് ഈ MCBയുടെ ഇതിലേക്ക് കൊടുക്കാമായിരുന്നു. അപ്പോൾ എന്തിനാണ് നമ്മളിവിടെ ഒരു 2-വേ സ്വിച്ച് ഉപയോഗിച്ചത് എന്നതൊരു പ്രധാന സംശയമായിരിക്കാം നിങ്ങൾക്ക്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ്. ഇനി പലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്, നമുക്ക് ഇൻവെർട്ടർ കേടാവാറുണ്ട്. കേടായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ സോക്കറ്റുകൾ ഫേസും നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ പ്രവർത്തിപ്പിക്കാറ്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യണം. ഇപ്പോൾ ഒരു സാധാരണ വീട്ടിലൊരു സ്ത്രീകൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും അവർക്ക് ചിലപ്പം ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഇൻവെർട്ടറിൽ പല പോയിന്റുകളും നമുക്ക് പല ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് അതില്ലാതെ വരുമ്പോൾ നമുക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻവെർട്ടറിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട്, ഇൻവെർട്ടർ ഔട്ട്പുട്ട് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ഈ 2-വേ സ്വിച്ചിൻ്റെ പോയിന്റ് മേലോട്ടാക്കി കൊടുക്കുക. അപ്പോൾ മേലോട്ടാക്കി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ മെയിൻ സപ്ലൈ കയറി വരുന്നു, നമ്മുടെ 2-വേ സ്വിച്ചിൽ വന്ന ശേഷം നമ്മുടെ ഈ പോയിന്റ് തമ്മിലാണ് കണക്ഷൻ. അപ്പം ഇതിലൂടെ കയറി നമ്മുടെ ഇൻവെർട്ടർ ഇൻവെർട്ടർ ഡിസ്ട്രിബ്യൂഷൻസിലേക്കും നമ്മുടെ മെയിൻ സപ്ലൈ തന്നെ എത്തിച്ചേരുകയാണ്. അതായത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ബൈപ്പാസ് ആയി ഈ ഒരു ഒറ്റ സ്വിച്ച് കാരണം. അപ്പം അതാണ് ഇവിടെ കിട്ടുന്ന ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അതേസമയം നമുക്ക് ഈ ഒരു ഡുവൽ പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടും നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. അതേസമയം ഇവിടെ നമ്മൾ ഈ ഒരു സ്വിച്ച് ഇങ്ങനെ കണക്ഷൻ മാറ്റുന്നത് കൊണ്ട് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് സപ്ലൈ വരികയും ബാറ്ററി അവിടെ ചാർജിങ് നടക്കുകയും ചെയ്യും. അപ്പോൾ അതിനൊരു പ്രശ്നം ഉണ്ടാകുന്നുമില്ല. അപ്പം അത് ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കുന്നു എന്നതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം അതാണ് ഈ ഒരു 2-വേ സ്വിച്ച് നമ്മളിവിടെ കൊടുത്തത് കൊണ്ടുള്ള നമുക്കുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ന്യൂട്രലും ഫേസും എടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ സാരം എന്ന് പറയുന്നത്, ഇവിടെ നമ്മളിപ്പോൾ ഇൻവെർട്ടറിൻ്റെ ന്യൂട്രൽ എടുത്തിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇടിമിന്നലൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻവെർട്ടറൊക്കെ ഓഫ് ചെയ്യാൻ പോകാറുണ്ട്. അതായത് ആ ഇൻവെർട്ടർ നമുക്കറിയാം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്ലഗിലായിരിക്കും. ആ പ്ലഗ് ഊരി ഇടാൻ വേണ്ടി നമ്മൾ പോകാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ദൂരയാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ അതിൻ്റെ പ്ലഗ് ഊരി ഇടാൻ പോകാറുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ന്യൂട്രൽ എടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ ഇൻവെർട്ടറിൻ്റെ പ്ലഗ് ബോർഡിൽ നിന്ന് ഊരിയാലും അതിൻ്റെ ഇൻവെർട്ടറിൻ്റെ പ്ലഗ് പോയിന്റുകളിൽ സപ്ലൈ തിരിച്ചു കയറി വരും. കാരണം ഇവിടെ നമ്മൾ ന്യൂട്രൽ കോമൺ ആണ്, ഇൻവെർട്ടറിൻ്റെ ന്യൂട്രൽ എടുത്തിട്ടുമില്ല. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മുടെ പ്ലഗിൽ നമ്മളോർക്കും സോക്കറ്റിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് ഊരി, വൈദ്യുതിയിൽ നിന്ന് അത് ഊരി, പിന്നെ എങ്ങനെ അതിൽ ഷോക്ക് അടിക്കുന്നത് എന്ന് വെച്ച് നമ്മൾ ചിലപ്പോൾ ഊരുന്ന സമയത്തൊക്കെ നമുക്ക് തൊടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തൊടുകയാണെങ്കിൽ നമുക്ക് അവിടെ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇൻവെർട്ടറിൻ്റെ ന്യൂട്രലും
ഉറപ്പായും എടുത്തുകൊണ്ട് പോകണം, അത് വയറിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഇൻവെർട്ടറിൻ്റെ ന്യൂട്രൽ നമ്മൾ എടുക്കണമെന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പം ഇതിൻ്റെയൊക്കെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്കൊരു എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ലഭ്യമാവുന്നില്ല എന്നതൊരു സത്യം തന്നെയാണ്. അപ്പം നമ്മൾ RCCB വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് പോയിന്റ്സിൽ നമുക്ക് ലഭ്യമാവുന്നില്ല എന്നത് ഇവിടുത്തെ ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ഔട്ട്പുട്ടിൽ ഒരു ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിലും ഒരു RCCB വെച്ചൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ന്യൂട്രൽ എന്ന് പറയുന്നത് കോമൺ, അതായത് KFC ന്യൂട്രലായിട്ട് കോമൺ ചെയ്യുന്നതിന് പകരം നമുക്ക് അതിൻ്റെ ന്യൂട്രൽ പർട്ടിക്കുലറായിട്ട്, അതായത് അതിൻ്റെ ന്യൂട്രൽ തനിയെ നമുക്ക് ആ ന്യൂട്രൽ പോയിന്റുകളെല്ലാം വയർ ചെയ്യേണ്ടത് വരും. പക്ഷേ ഇപ്പം സാധാരണയായി നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ വീടുകളിൽ മൊത്തം ഓടുന്ന ന്യൂട്രൽ എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിലും നമുക്ക് ഒരു എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ലഭ്യമാകും. അപ്പം അങ്ങനത്തെ അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് വേണമെങ്കിൽ, 2 RCCB വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ അതിൻ്റെ ഒരു സർക്യൂട്ട് കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ വലിയ പ്രശ്നമില്ലാതെയും നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു സർക്യൂട്ട് ഡയഗ്രാമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നും വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്